ഇങ്ങനെ പരസ്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളെ തകർക്കാൻ പലരും വന്നപ്പോൾ മറ്റു ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. ഒളിച്ചു കടത്തിക്കൊണ്ട് ഈ ബിദ്അയുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വ്യാപകമായി സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ച് സമസ്തക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല. അപ്പോഴും തീരുമാനമെടുത്തത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ഒളിച്ചു കടത്തുന്ന മനുഷ്യൻ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തെ താങ്ങാൻ സമസ്തക്ക് സാധ്യമല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തീരുമാനം 2023 ഏപ്രിൽ 1 മുഷാവറയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം ഇന്നും നിലനിൽക്കുന്നു. അതല്ലാതെ ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ലീഗ് വിരുദ്ധവും ലീഗ് അനുകൂലവുമാക്കി ചിത്രീകരിക്കുന്നതിൽ പത്രമാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സമുദായത്തിന്റെ ഐക്യവും അതിന്റെ ആ ഒരു പാരസ്പര്യവും നിലനിർത്തുന്നതിൽ ജാഗ്രതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും നാം അതൊക്കെ സഹിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കണം. ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നീടും അദ്ദേഹം വന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട് അത് പഴഞ്ചൻ നിലപാടാണെന്ന് പത്രക്കാരോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? ഇങ്ങനെ പരസ്യമായി സമസ്തയെ അവഹേളിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിസ്സാരമാക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാരുടെ ഒക്കെ മക്കളെ ആ ബിദ്അത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് CIC-യുടെ മുന്നിൽ അബ്ദുൽ ഹക്കീം ഫൈലി ഉണ്ടാകുന്ന കാലത്തോളം സമസ്തക്കത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് സമുദായത്തിന്റെ നേതാക്കൾ, ഉമ്മത്തിന്റെ നേതാക്കൾ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ, സമസ്തയുടെ നേതാക്കളും കൂടിയെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് എടുത്തത്. ആ തീരുമാനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൂടിയിരുന്നു കൊണ്ട് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. പിന്നീടും പല വാഗ്ദാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ വിനയപുരസരം എനിക്ക് എന്റെ സമുദായ നേതൃത്വത്തോട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഈ നമ്മുടെ ഇടയിൽ ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. സമുദായത്തിന്റെ ഐക്യം കെട്ടുറപ്പ് ഇവിടെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും നൽകാൻ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല എന്നത് അത് വസ്തുതയാണ്. അത് റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്. റബ്ബിനോടുള്ള ഭയപ്പാട് ആരും സമസ്തയെ പഠിപ്പിച്ചു തരേണ്ടതില്ല. അതുകൊണ്ട് ആ തീരുമാനം നമുക്കിവിടെ നടപ്പിലാക്കണം. തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ വളരെ വിനയത്തോടെ പറയുകയാണ്. ആ സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കി ആ സംവിധാനം സമസ്തയുടെ മക്കൾ അവരുടെ ഊർജം, അവരുടെ സമ്പത്ത്, അവരുടെ എല്ലാം ചെലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അതിവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് സമസ്തയുടെ മക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സമസ്ത പറയുന്നത് അനുസരിച്ചു കൊണ്ടാവണം, സമസ്തയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊണ്ടാവണം എന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം വളരെ വിനയത്തോടുകൂടെ ഈ സഞ്ചയത്തിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിളി കേട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ജനസഞ്ചയത്തിന് വേണ്ടി ഈ സമുദായ നേതൃത്വത്തിന്റെ മുന്നിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി സമുദായ നേതൃത്വത്തിന്റെ മുന്നിൽ, ഉമറാക്കളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.